നമസ്കാരം, എല്ലാവർക്കും സ്കിൽ റൈനോ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് CPO സ്പെഷ്യൽ ടോപ്പിക്സ് റിവിഷൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ എക്സാം വളരെ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വേണ്ട ക്വസ്റ്റ്യനുകളും എല്ലാ പാർട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത റിവിഷൻ പാർട്ട് വരുമ്പോൾ ആ ഡൗട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നമ്മുടെ BNS, BNSS, BSA ഒക്കെ നമ്മൾ പുതുതായിട്ട് വന്നതല്ലേ, ഒരിടത്തും ക്വസ്റ്റ്യൻസ് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കുക. ഡൗട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇതിൻ്റെ ഡൗട്ട് അടുത്ത ക്ലാസ്സിൽ ആ പാർട്ടിലൂടെ അപ്പം ക്ലിയർ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുന്നു. അവരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. ഒരു പ്രത്യേക വ്യക്തിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചല്ല ഈ പ്രവൃത്തി ചെയ്തതെങ്കിൽ ഇവിടെ നടന്ന കുറ്റം എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി വെറുതെ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്നു, വെറുതെ. അപ്പോൾ ഇവിടെ കണ്ട എക്സ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചെയ്തിരിക്കുന്നു, എക്സ് കൊലപാതക കുറ്റം ചെയ്തിരിക്കുന്നു, എക്സ് കുറ്റകരമായ നരഹത്യ ചെയ്തിരിക്കുന്നു. അതുപോലെ സെക്ഷൻ 101 പ്രകാരം എക്സ് കുറ്റം ചെയ്തിരിക്കുന്നു. ഇത് ഏതൊക്കെ ശരി വരാമെന്നാണ്. ഇതാ 1, 2 ഉണ്ട്, 1, 4 ഉണ്ട്, 2, 4 ഉണ്ട്, 2, 3 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത്, എക്സ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് വെറുതെ ആൾക്കൂട്ടത്തിനെ വെടിവെക്കുന്നു. അപ്പോൾ ആ എക്സിന് അറിയാം നമ്മൾ വെടിവെക്കുന്നതാണ്, അല്ലെ, ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഒരാളെ ഉദ്ദേശിച്ചല്ല എങ്കിലും അല്ലേ ഈ പ്രവൃത്തി ചെയ്തതെങ്കിൽ ഇവിടെ നടന്ന കുറ്റം എന്നതാണ് ചോദിച്ചത്. എക്സ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അത് തെറ്റാണ്. കാരണം എന്താ, എക്സ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇയാൾക്ക് അറിയില്ലേ വെടിവെച്ചാൽ ആളുകൾ മരിക്കുമെന്നറിയാമല്ലോ. അപ്പോൾ ആ ഓപ്ഷൻ അല്ലവല്ല. എക്സ് കൊലപാതകമാണ്, ഓക്കെ, അത് നമുക്ക് നോക്കാം. അതുപോലെ എക്സ് കുറ്റകരമായ നരഹത്യയാണ്, ഓക്കെ. അതുപോലെ സെക്ഷൻ 101 പ്രകാരം 101 എന്താ, 101 നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എന്താണ്, കൊലപാതകം. നമുക്കറിയാം 100 നരഹത്യ, 101 കൊലപാതകം. അപ്പോൾ ഇവിടെ നടക്കുന്ന കുറ്റം എന്ത് എന്നാണ്. ഇത് കൊലപാതകം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ചിലർ പറയും ഇത് നരഹത്യയാണ്. അല്ല, ഇത് കൊലപാതകം തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ആരെ ഉദ്ദേശിച്ചാണോ അല്ലയോ എന്നല്ല, പക്ഷേ എക്സ് വെറുതെ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുമ്പോൾ അത് കൊലപാതകമാണല്ലോ. കാരണം എന്താണ്, സെക്ഷൻ 101 പ്രകാരമാണ്, അല്ലേ, എക്സ് കുറ്റം ചെയ്തിരിക്കുന്നു. അപ്പം 4 ശരിയാണ്. പിന്നെ നമുക്ക് നോക്കാവുന്നത് ഇതാണ്ടോ, 2 എക്സ് കൊലപാതക കുറ്റമാണ്, അതും ശരി. ഈ 1, 3 എന്തായാലും തെറ്റാണ്. ഇനി 2, 3 വരുമോ, കൊലപാതകവും നരഹത്യയും കൂടെ ഒരുമിച്ച് വരാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് നോക്കാവുന്നത് 2, 3 എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ, അത് വരില്ല. 1, 4 ശരിയെന്ന് ഒരിക്കലും വരില്ല, കാരണം 1 തെറ്റാണ്. 1, 2 ശരി വരില്ല, ഓക്കെ. അപ്പം 2, 4 ശരിയാണ്. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, തോക്കിൽ നിന്ന് വെടിവെക്കുമ്പോൾ ആൾക്കൂട്ടത്തിന് നേരെ വെറുതെ വെടിവെക്കുകയാണ്, ഒന്നും ഉദ്ദേശിച്ചല്ല എങ്കിലും വെറുതെ വെടിവെക്കുന്ന എന്തിനാണ്? അപ്പോൾ അത് കൊലപാതകം തന്നെ. ആൻസർ ഏതാണ്, 2 അല്ലേ, ഓപ്ഷൻ ഏതാണ്, ഇതാണ്ടോ, ഈ സി ആണ്. ഇതാണ് 2, 4 ശരി. ക്ലിയർ. 101 എന്താണ്, കൊലപാതകം. അടുത്തത്, എക്സ് ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലാണെന്ന്, സി ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലാണെന്ന് എക്സിന് അറിയാം, ഒയ്ക്ക് അത് അറിയില്ല. അപ്പോൾ ഒരാൾ ഒരു കുറ്റിക്കാടിൻ്റെ പിന്നിലാണെന്ന് ഒരാൾക്കറിയാം, മറ്റൊരാളിന് അറിയില്ല. അപ്പോൾ എക്സിൻ്റെ പ്രേരണയാൽ ഒയ് കുറ്റിക്കാടിന് നേരെ വെടിവെക്കുന്നു. എക്സിൻ്റെ പ്രേരണയാൽ ഒയ് കുറ്റിക്കാടിന് നേരെ വെടിവെക്കുന്നു. അങ്ങനെ സി മരണപ്പെടുന്നു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനയത്. അപ്പോൾ ഇയാൾ പറയാണ്, അവിടെ ആരോ ഏതൊരു ജീവി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന എന്തോ അവിടെ ഇരിപ്പുണ്ട്, അതിനെ നീ വെടിവെക്കൂ എന്ന് പറഞ്ഞ് ഇയാൾ പ്രേരിപ്പിച്ച് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത്, ഈ നിർബന്ധിക്കുന്ന എനിക്കറിയാം, ഞാൻ നിർബന്ധിക്കുകയാണ്, അത് കൊലപാതകം തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അയാൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വെടിവെക്കുന്നു, ആൾ മരിക്കുന്നു. അപ്പോൾ ഇവിടെ നടന്ന കുറ്റം എന്ത്? എക്സും ഒയ്യും 2 പേരും കൊലപാതക കുറ്റം നടത്തി അല്ല. കാരണം എന്താ, ഒയ് എന്നൊരു വ്യക്തി നടത്തിയിട്ടില്ല, കാരണം അയാൾ അറിഞ്ഞില്ലല്ലോ. ഇനി എക്സ് കുറ്റകരമായ നരഹത്യ നടത്തുകയും ഒയ് നിരപരാധിയുമാണ്, അതായിരിക്കുമല്ലോ ശരി. അതുപോലെ എക്സ് വൈ 2 പേരും കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ നടത്തി, മേൽപ്പറഞ്ഞ ഒന്നുമല്ല, ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ 2 ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ. ആരാണോ നിർബന്ധിച്ചത്, പ്രേരിപ്പിച്ചത്, അയാൾ കുറ്റകരമായ നരഹത്യ നടത്തുകയും ഒയ് നിരപരാധിയുമാണ്. കാരണം ഒയ് അറിയാതെ ഒയ് ഇയാളുടെ പ്രേരണയാൽ ചെയ്തതാണെന്നറിയുക. അപ്പോൾ അത് ആണ് കറക്റ്റ് ഉത്തരം. ക്ലിയർ ആണ്. അപ്പോൾ ആൻസർ ഏതാണ്, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ഉത്തരം. ഏതാണ്, ഓപ്ഷൻ 2. ക്ലിയർ ആണ്, മനസ്സിലായി പോകുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിനു കാരണം അരുൺ ഒരു കെട്ടിടത്തിനുള്ളിൽ എത്തുകയും അരുണിന് യാതൊരു വിധത്തിലും പുറത്തു കടക്കാനാവാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയും ചെയ്യുന്നു.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ വിനു കാരണം അരുൺ ഒരു കെട്ടിടത്തിനുള്ളിൽ എത്തുകയും, അപ്പോൾ ഒരാളിനെ എത്തി അതിനകത്തിട്ട് എന്ത് ചെയ്യുന്നു, പൂട്ടിയിടുന്നു, പുറത്തിറങ്ങാൻ പറ്റാതെ പൂട്ടിയിടുന്നു. ഇത് ഏത് സെക്ഷൻ എന്നാണ് ചോദിച്ചത്. ഇത് ഏത് സെക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇത് സെക്ഷൻ 127 BNSലെ 127 അന്യായമായി തടഞ്ഞു വയ്ക്കുന്നതല്ലേ, അന്യായമായി തടഞ്ഞു വയ്ക്കുന്നതാണ്. അപ്പോൾ അതിന് മറ്റൊരു വാക്കുണ്ട്. തടഞ്ഞു വയ്ക്കുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് പരിമിതപ്പെടുത്തുക എന്ന് പറയുന്നത്. തടങ്കലിൽ വയ്ക്കുക എന്ന വാക്ക് നമുക്കറിയാം. തടങ്കലിൽ വയ്ക്കുക, അതാണ് തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത്. അതാണ് എന്ത്, പരിമിതപ്പെടുത്തുക. എങ്കിൽ തടസ്സപ്പെടുത്തുക എന്ന വാക്കിന് മറ്റൊരു വാക്ക് നിയന്ത്രണപ്പെടുത്തുക. ഒരാൾ പോകാൻ അർഹതയുള്ള വഴിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു വ്യക്തി തടസ്സപ്പെടുത്തുന്നു, ആ വഴിയെ തടസ്സപ്പെടുത്തിയാൽ അത് നിയന്ത്രണപ്പെടുത്തുക. ഒരാളെ പൂട്ടിയിട്ടാൽ അത് തടഞ്ഞു വയ്ക്കുക, തടങ്കലിൽ വയ്ക്കുക, അത് പരിമിതപ്പെടുത്തുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏത് വരും എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ 2 ഉത്തരവും ശരിയാണ്. അതായത് വിനു കാരണം അരുണിന് ഒരു കെട്ടിടത്തിൽ എത്തുകയും അരുണിന് യാതൊരു വിധത്തിൽ പുറത്തു കിടക്കാൻ പറ്റില്ല എങ്കിൽ ആൻസർ ഓപ്ഷൻ ഏതൊക്കെ ശരി വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഇത് വരില്ല, ഒരിക്കലും വരില്ല. കാരണം എന്താണെന്ന് നോക്കാം. ഇത് തടസ്സപ്പെടുത്തിയല്ല, എന്താണ്, ഒരിടത്ത് പൂട്ടിയിടുന്നു, പുറത്ത് കിടക്കാനാവാത്ത വിധം പൂട്ടുകയാണ്. വിനു അന്യായമായി തടഞ്ഞു വെക്കുന്നു, ശരി. വിനു അരുണിനെ യാത്ര പരിമിതപ്പെടുത്തുന്നു, ശരി. വിനു അരുണിനെ നിയന്ത്രണപ്പെടുത്തി. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം 2ഉം 3ഉമാണ്. 2 ഒരേ അർത്ഥമാണ്. തടഞ്ഞു വയ്ക്കുക എന്ന അർത്ഥവുമുണ്ട്, പരിമിതപ്പെടുത്തുക എന്ന അർത്ഥവും വരുന്നുണ്ട്. 2ഉം കറക്റ്റ് ശരിയാണ്, നിങ്ങൾ അറിയുക. ക്ലിയർ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആശ തൻ്റെ സുഹൃത്തായ ദിവ്യയുടെ മൊബൈൽ ഫോൺ തൻ്റേതാണെന്ന ധാരണയിൽ ദിവ്യയുടെ കൈവശത്ത് നിന്ന് എടുക്കുകയും എന്നാൽ അത് തൻ്റേതല്ല എന്ന ബോധ്യത്തോടെ സ്വന്തം ആവശ്യത്തിന് ആശ ഉപയോഗിക്കുകയും ചെയ്തു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? അതായത് ആശ അറിയാതെ മറ്റൊരാളുടെ മൊബൈൽ ഫോൺ എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും എടുക്കുന്ന സമയത്ത് അത് മോഷണമൊന്നുമല്ല, കാരണം അറിഞ്ഞില്ലല്ലോ. പക്ഷേ എടുത്തിട്ടും തൻ്റേതല്ല എന്ന ബോധ്യത്തോടെ എടുത്തിട്ടും സ്വന്തം ആവശ്യത്തിന് ആശ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് എന്താണ് കുറ്റം? അപ്പോൾ അവിടെ ഓപ്ഷൻ എ ഒന്നാമത്തത്, ആശ മോഷണം നടത്തിയിരിക്കുന്നു, ആശ കുറ്റകരമായ വിശ്വാസലംഘനം നടത്തിയിരിക്കുന്നു, ആശ നേരുകേടായ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു, ആശയ്ക്ക് കുറഞ്ഞത് 6 മാസം തടവ് ലഭിക്കും. അപ്പോൾ ഇതിലേത് കുറ്റമാണ് ആശ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ആശ ഏതാണ് ചെയ്തിരിക്കുന്നത്? കുറ്റകരമായ അല്ലെങ്കിൽ നേരുകേടായ ദുർവിനിയോഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവകാശമില്ലാത്ത വസ്തു കൈവശം വന്നു ചേർന്നാൽ അത് ഉടമസ്ഥന് കൊടുക്കാതിരിക്കുന്നതാണ് ദുർവിനിയോഗം. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇത് ഓർത്തു വെച്ചോളൂ. ഉദാഹരണം, പേഴ്സ് കളഞ്ഞു കിട്ടിയ കേസായാലും, ആൾ സാധനം മാറിയെടുത്ത കാര്യമായാലും, നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ എടുത്തു, തെറ്റല്ല. എടുത്തിട്ട് ആരുടേതാണെന്ന് അറിഞ്ഞിട്ടും അത് തിരികെ കൊടുക്കുവാൻ മനസ്സ് കാണിച്ചില്ല എങ്കിൽ അതാണ് കുറ്റകരമായ അല്ലെങ്കിൽ നേരുകേടായ ദുർവിനിയോഗം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നേരുകേടായ ദുർവിനിയോഗത്തിന് ശിക്ഷിക്കും. എ ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറുന്നു. അപ്പോൾ എ എന്ത് ചെയ്തു? ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറി. തടയുവാൻ ശ്രമിച്ച ബിയെ എ ആക്രമിക്കുന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ കയറിയിട്ട് ആ മോഷണം തടയാൻ ശ്രമിച്ച ആളിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബി സ്വയരക്ഷാർത്ഥം എയെ തള്ളി മാറ്റുകയും എ വീഴുകയും തലയ്ക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവ? അപ്പോൾ എ ബിയുടെ വീട്ടിൽ മോഷണം കയറി, അതുകൊണ്ട് തന്നെ എ കുറ്റക്കാരനാണ്, ശരി. അതുപോലെ തന്നെ എന്നിട്ട് തടയാൻ ശ്രമിച്ച ബിയെ ആക്രമിക്കുക, സ്വയരക്ഷാവകാശം തടയാൻ ശ്രമിച്ച ആളെ എ തള്ളി മാറ്റുകയും എയുടെ വീഴുകയും തല പൊട്ടലുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് കുറ്റമെന്ന് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെയാണ് ശരി ഉത്തരം നോക്കുക. 2-3 പ്രസ്താവനകളുണ്ട്. ബി 3 വർഷത്തെ തടവ്, എ കുറ്റക്കാരനല്ല എന്നൊക്കെ ഉണ്ട്. എ അല്ലേ ഇവിടെ കുറ്റക്കാരൻ? കാരണം എ ബിയുടെ വീട്ടിലാണ് കയറുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് അറിയാം എ ആണ് ബിയുടെ വീട്ടിൽ കയറിയത്. തടയുവാൻ ശ്രമിച്ച ബിയെ എ ആക്രമിക്കുന്നു. അപ്പോൾ എ കവർച്ചയല്ലേ ചെയ്തേ? മോഷണത്തിനിടയിൽ ആരെയെങ്കിലും ആക്രമിച്ചാൽ അവിടെ കവർച്ച എന്നറിയാം. അപ്പോൾ ആൻസർ 2ാമത്തെ ഓപ്ഷൻ കറക്റ്റാ വരും, എ കവർച്ച. അപ്പോൾ ബി സ്വയരക്ഷാർത്ഥം എ തള്ളി മാറ്റുകയും എ വീഴുകയും തലയ്ക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ബിക്ക് സ്വയരക്ഷാവകാശം ഉണ്ടല്ലോ, അപ്പോൾ അതിനർത്ഥം എ എന്താണ്? ബി തള്ളി മാറ്റുകയും വീഴുന്നു. ശരിയായതേ. ബി കുറ്റക്കാരനല്ല, കറക്റ്റാണ്. കാരണം എന്താ? ബിയുടെ വീടാണ്, ബിക്ക് സ്വയരക്ഷാവകാശം ഉണ്ട്. ഓക്കെ. എ കവർച്ചയാണ് ചെയ്തത്, കാരണം എ അയാൾ ആക്രമിക്കുകയും ചെയ്തു.
അടുത്തത് ബി 3 വർഷത്തെ തടവിന്, ബിക്ക് ശിക്ഷയൊന്നും ലഭിക്കില്ല. എ കുറ്റക്കാരൻ, ഇതൊന്നുമല്ല അല്ലേ. അപ്പോൾ അവിടുത്തെ ഏതൊക്കെ ശരി ഉത്തരം വരാം എന്ന് നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ 2 കറക്റ്റ് ആയിരിക്കുന്നു. എ കവർച്ച ചെയ്തിരിക്കുന്നു, 2 കറക്റ്റാണ് അല്ലേ, 2. ഇനി 1 ബി കുറ്റക്കാരനല്ല, കറക്റ്റ് അല്ലേ, കാരണം ബിയുടെ വീട്ടിലല്ലേ കയറി. അപ്പോൾ എയും ബി 1ഉം 2ഉമാണ് ശരി, 1ഉം 2ഉം. ബി കുറ്റക്കാരനുമല്ല, എ കവർച്ചയും ചെയ്തിരിക്കുന്നു, ബിക്ക് ശിക്ഷ കിട്ടില്ല, കണ്ടോ. അപ്പോൾ അവിടെ ശരി ഉത്തരം 1ഉം 2ഉമാണെന്നറിയുക. ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ 1ഉം 2ഉം? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. 1ഉം 2ഉമാണെന്ന് അറിയുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, കൂട്ടായ്മ കവർച്ചയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതല്ല? കൂട്ടായ്മ കവർച്ച നമുക്ക് എല്ലാവർക്കും അറിയാം, 310 BNS 310. അപ്പോൾ BNS 309 എന്ന് പറഞ്ഞാൽ കവർച്ച, 310 കൂട്ടായ്മ കവർച്ച. 309 നമുക്കറിയാം, ഒരാളോ ആൾക്കോ ആയിക്കോട്ടെ. പക്ഷെ കൂട്ടായ്മ കവർച്ച നിങ്ങൾ 5ഓ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്നതാണ് കൂട്ടായ്മ കവർച്ച. ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കൂട്ടായ്മ കവർച്ച അല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത് 2, ഇതിന് ലഭിക്കാവുന്ന ഉയർന്ന ശിക്ഷ ജീവപര്യന്തമാണ് കൂട്ടായ്മ കവർച്ചയുടെ. ഓക്കെ, കൂട്ടായ്മ കവർച്ച സംഘത്തിലെ നേതാവിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കില്ല. കാരണം കൂട്ടായ്മ കവർച്ച ചെയ്യുന്ന എല്ലാവർക്കും തുല്യ ശിക്ഷയാണ്, അവിടെ നേതാവിനൊന്നും പ്രത്യേകമില്ല. 5ഓ അതിലധികമോ ആളുകളോ കൂട്ടമായി ചേർന്ന കവർച്ചയാണ് കൂട്ടായ്മ. ശരിയാണ്, 4 ശരിയാണ്, 4 ശരിയാണ്. അപ്പം 4 ശരിയുള്ള ഓപ്ഷൻ മാത്രം നമുക്കിവിടെ നോക്കാം. അവിടെ സിയിലും ബിയിലും 4 ഉണ്ട്, കണ്ടോ. ഇനി 2 ഓപ്ഷൻ 2 ആണോ 3 ആണോ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ഉയർന്ന ശിക്ഷ ജീവപര്യന്തമാണ്, ശരിയല്ലേ, 2 ശരിയാണ്. അപ്പോൾ ആൻസർ 2ഉം 4ഉം ശരി, 2ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ആൻസർ ദാ കിടക്കുന്നു, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2ഉം 4ഉം ശരി. കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ ഡെക്കോയിറ്റി അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ളാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. നിങ്ങൾ കാണുക, നമ്മുടെ എക്സസൈസിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ ഒറ്റ വീഡിയോയിലാണ് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടിയത്. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതും കാണുക. ഇത് നമ്മൾ 2-3 ഭാഗമായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു പഠിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് തൻ്റെ പ്രണയം നിരസിച്ചതിന് ഒയ്യുടെ മുഖത്തേക്ക് വീര്യം കൂടിയ ആസിഡ് എറിയുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരാൾ പ്രണയം നിരസിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് വീര്യം കൂടിയ ആസിഡ് എടുത്തെറിയുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ശരിയായവ ഏതെന്നാണ്? അവിടെ എക്സിന് കുറഞ്ഞത് 5 വർഷം തടവ് ലഭിക്കും. എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇവിടെ ആസിഡ് എടുത്തൊഴുകിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ആൻസറായിട്ട് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സിന് കുറഞ്ഞത് 5 വർഷം ലഭിക്കും. ഇല്ല, ശിക്ഷ 5 വർഷമല്ല. ആസിഡ് ആക്രമണം 124ആണ്. BNSലെ 124ആണ് ആസിഡ് ആക്രമണം. ഓക്കെ, അതിൻ്റെ കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ തടവും പിഴയുമാണ്. അപ്പോൾ കുറഞ്ഞത് 10 വർഷമാണെന്ന് അറിയുക, മാക്സിമം ജീവപര്യന്തം. ഈ ആസിഡ് ആക്രമണം എന്ന് പറയുന്നത് ഒരു കഠിന ദേഹോപദ്രവമാണ് അല്ലേ. കാരണം എന്താ, സ്വേച്ഛയാ കഠിന ദേഹമാക്കുക, സ്വയം അറിയാതെ വീണതല്ല, സ്വേച്ഛയാ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന കുറ്റമാണ് ആസിഡ് ആക്രമണത്തിലൂടെ ചെയ്തിരിക്കുന്നത്. അവിടെ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം എന്നറിയുക. 3ാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം അറിയുക. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ 3ാമത്തെ ഓപ്ഷൻ ശരിയാണെന്നറിയുക. അടുത്തിലേക്ക് പോകുന്നു. സിയുടെ നേരെ മുഷ്ടി കുലുക്കുന്നത് വഴി താൻ സിയെ അടിക്കുവാൻ പോവുകയാണെന്ന് സിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് എക്സ് സിക്ക് നേരെ എന്ത് ചെയ്യുന്നു, മുഷ്ടി കുലുക്കുന്നു. ഇവിടെ എക്സ് നടത്തിയ കുറ്റം എന്താണ്? അതായത് സിയുടെ നേരെ മുഷ്ടി കുലുക്കുന്നു വെച്ചാൽ കൈ മുറുക്കിക്കൊണ്ട് ഇടിക്കാൻ പോവുകയാണ്, ഇടിച്ചിട്ടില്ല. ഈ ഇടിക്കുന്നത് വഴി എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ സിയുടെ നേരെ മുഷ്ടി കുലുക്കിക്കൊണ്ട് പോകുന്നത് വഴി ചെയ്തിരിക്കുന്ന കുറ്റം എന്ത് എന്ന് ചോദിച്ചാൽ, എക്സ് സിക്ക് നേരെ കുറ്റകരമായ ബലം നടത്തിയിരിക്കുന്നു, എക്സ് സിക്ക് നേരെ കയ്യേറ്റം നടത്തിയിരിക്കുന്നു, എക്സ് സിക്ക് ദ്രോഹം ചെയ്യുന്നു. 4ാമത്തെ ഇവയൊന്നുമല്ല. അപ്പോൾ അവിടെ ഈ സിയുടെ നേരെ മുഷ്ടി ചുരുക്കിക്കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അവിടെ കയ്യേറ്റമാണ്. 130 BNS 130.
അപ്പോൾ BNSൽ 130ാമത്തെ വകുപ്പാണ് എന്താണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് ശരി. എക്സ് സിക്ക് നേരെ കയ്യേറ്റം നടത്തിയിരിക്കുന്നു. എക്സ് സിക്ക് നേരെ കയ്യേറ്റം നടത്തിയിരിക്കുന്നു എന്നറിയുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്ന് പഠിക്കാം നമുക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. ക്ലിയർ ആണല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ. അപ്പോൾ കയ്യേറ്റം മറക്കരുത്. ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് സിയെ ആൾത്തിരക്കില്ലാത്ത റോഡിൽ വെച്ച് കാണുകയും തോക്ക് കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? അവിടെ എക്സ് സിയുടെ പക്കൽ നിന്ന് പേഴ്സ് ഭയപ്പെടുത്തി അപഹരിച്ചു. നമുക്ക് എടുക്കാം, വേണമെങ്കിൽ എടുക്കാം. ഈ അപഹരണം നേർക്ക് നേർ ചെയ്തുകൊണ്ട് അത് കവർച്ചയായി മാറി, അല്ലേ? സിക്ക് താൻ ഉടനടി കൊല്ലപ്പെടുമെന്നുള്ള ഭയവും ഉണ്ടായി, അതുകൊണ്ട് തന്നെ കവർച്ചയായി മാറി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് BNSൽ 309, 308 അപഹരണമായിരുന്നു, 309 കവർച്ചയാണ്. അപഹരണം എപ്പോൾ കവർച്ചയാകും? അപഹരിക്കുമ്പോൾ നേർക്ക് നിന്ന് ചെയ്യുന്നതാണെങ്കിൽ അത് കവർച്ചയാണ്. ഓക്കെ. എക്സ് പിടിച്ചു പറയല്ല. അപ്പോൾ ഇവിടെ 1, 2, 3 ശരിയെടുക്കാം. ഓക്കെ അല്ലേ? നമുക്ക് 1, 2, 3 ശരിയെടുക്കാം. കാരണം എന്താ? ഭയപ്പെടുത്തിയതാണ്, നേരിട്ട് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ കൊല്ലുമെന്ന് ഭയമുണ്ടായി. എക്സ് കവർച്ച നടത്തിയിരിക്കുന്നു, അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ആൻസർ 1, 2, 3 ശരി. BNSS പ്രകാരം തെറ്റായ പ്രസ്താവനകൾ ഏതല്ല? ഇനി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം തെറ്റായ പ്രസ്താവനകൾ. കോഗ്നൈസബിൾ കേസിനെ കുറിച്ചോ നോൺ കോഗ്നൈസബിൾ കേസിനെ കുറിച്ചോ പോലീസിന് വിവരം ലഭിച്ചാൽ ആ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തേണ്ടതാണോ? 2, പോലീസ് രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ ഒരു പകർപ്പ് വിവരം നൽകുന്നയാളിന് നിശ്ചിത തുക നൽകി കൈപ്പറ്റാം. 3, ഒരു കേസ് 2ഓ അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നതും അവയിൽ 2 എണ്ണമെങ്കിലും കോഗ്നൈസബിൾ ആയാൽ കേസ് കോഗ്നൈസബിൾ ആണ്. 4, BNSലെ 63 ബലാത്സംഗം പ്രകാരം ഒരു കുറ്റത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന സ്ത്രീയുടെ മൊഴിയെടുക്കുമ്പോൾ വീഡിയോയിൽ ചിത്രീകരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം കോഗ്നൈസബിൾ, നോൺ കോഗ്നൈസബിൾ. എന്താണ് കോഗ്നൈസബിൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പോലീസിന് വാറണ്ടോടുകൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ അത് നോൺ കോഗ്നൈസബിൾ. പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ കോഗ്നൈസബിൾ. അപ്പോൾ എന്താണ് കോഗ്നൈസബിൾ എന്ന് ചോദിച്ചാൽ കോഗ്നൈസബിൾ കേസിനെ കുറിച്ചോ നോൺ കോഗ്നൈസബിൾ കേസിനെ കുറിച്ചോ പോലീസിന് വിവരം ലഭിച്ചാൽ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തേണ്ടതാണ്. തെറ്റാണ്. കാരണം പോലീസിന് പൂർണ്ണമായ അധികാരമുള്ളത് കോഗ്നൈസബിൾ കേസിൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം അത് മജിസ്ട്രേറ്റിൻ്റെ പക്കൽ അയക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ തെറ്റാണ്. അവിടെ കോഗ്നൈസബിൾ മാത്രമായിരുന്നെങ്കിൽ ശരിയായിരുന്നില്ല, പക്ഷേ നോൺ കോഗ്നൈസബിൾ വന്നതുകൊണ്ട് തെറ്റാണ്. പോലീസ് രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ ഒരു പകർപ്പ് വിവരം നൽകുന്നയാളിന് നിശ്ചിത തുക നൽകി കഴിയും. ഒരിക്കലുമല്ല, നിശ്ചിത തുക നൽകിയല്ല കൊടുക്കേണ്ടത്, സൗജന്യമായി നൽകണം. ആ പോലീസ് രേഖപ്പെടുത്തിയ വിവരത്തിൻ്റെ പകർപ്പ് സൗജന്യമായി നൽകേണ്ടതാണ് എന്നറിയുക. അപ്പോൾ അത് 2. ഇനി ഒരു കേസ് 2ഓ അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നതും അവയിൽ 2 എണ്ണമെങ്കിലും എന്നല്ല. ഒരു കേസിൽ 174 BNSS 174 പറയുന്നത്. 173ഉം 174ഉമാണ്. 173ഉം 174 FIRമായി ബന്ധപ്പെട്ടാണ്. 174 ഒരു കേസ് 1ഓ അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നതും അവയിൽ ഒരെണ്ണമെങ്കിലും കോഗ്നൈസബിൾ ആയാൽ കേസ് കോഗ്നൈസബിളായി പരിഗണിക്കാം. 174 പറയുന്നു, അതായത് 1ലേറെ വകുപ്പുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നെങ്കിലും കോഗ്നൈസബിൾ ആയാൽ മതി. ഇവിടെ 2 എണ്ണമെങ്കിലും, അതും തെറ്റാണ്. ഇനി BNSലെ 61 ബലാത്സംഗ കുറ്റത്തിൻ്റെ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കാൻ പാടുള്ളതല്ല. തെറ്റാണ്. അതും വീഡിയോയിൽ ചിത്രീകരിക്കാം. അപ്പോൾ തെറ്റായ പ്രസ്താവന എല്ലാം തെറ്റാണ്. 1, 2, 3, 4 തെറ്റാണ്. 1 തെറ്റാണ്, 2 തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. ഇനി 2000 രൂപയ്ക്ക് ഡിയുടെ മേൽ എക്സ് വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തൻ്റെ കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ ഡി കാണിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ഭാരതീയ സാക്ഷി അധിനിയം സെക്ഷൻ 28 ആണ്. ഭാരതീയ സാക്ഷി അധിനിയം സെക്ഷൻ 28 ആണ് ഈ സെക്ഷൻ. എന്താണ് 28 പറയുന്നത്? അതായത് കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകളുടെ പ്രസക്തി എന്നാണ്. അപ്പോൾ ഈ ഉൾക്കുറിപ്പുകൾ BSA പ്രകാരം പ്രസക്ത വസ്തുക്കളായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഈ ഉൾക്കുറിപ്പ് പ്രസക്ത വസ്തുതയായി കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണേ.
ഇനി ഈ ഉൾക്കുറിപ്പുകൾ മാത്രം ഉപയോഗിച്ച് കടബാധ്യത തെളിയിക്കാനാകില്ല. കാരണം നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് രാജു 5000 രൂപ തരാനുണ്ട്. ഇതുകൊണ്ട് നമ്മൾ കോടതിയിൽ കൊടുക്കുമ്പോൾ കോടതി ഒക്കെ ശരി സമ്മതിച്ചു എടുക്കാം. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്ത വസ്തുവായി എടുക്കാം. പക്ഷേ ഇത് മാത്രം പോരാ. ഉടൻ തന്നെ പറയാം രാജു 5000 രൂപ കൊടുക്കൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ബുക്കിൽ മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കടബാധ്യത തെളിയിക്കാൻ മതിയാകില്ല. അപ്പോൾ രണ്ടും തെറ്റാണ്, ഒന്നും തെറ്റാണ്. ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്തമാണെന്നാൽ മറ്റു തെളിവുകളില്ലാതെ കളയം തെളിയിക്കുന്നത് മതിയാകില്ല. കറക്റ്റാണ്. ഇതാണ് സെക്ഷൻ 28. നിങ്ങൾക്ക് കേട്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന വകുപ്പുകൾ വെച്ച് ആ സെക്ഷൻ കൂടെ ഒന്ന് പോയി പഠിക്കുന്നത് നന്നായിരിക്കും. സെക്ഷൻ 28 ആണ്. 3 മാത്രം ശരി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 3 മാത്രം ശരി, മറ്റ് രണ്ടും തെറ്റാണ്. നിങ്ങൾ 28 വായിക്കുക. BSA 28. ഓക്കെ അല്ലേ? അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ മോഷണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? അപ്പോൾ താഴെ പറയുന്നവയിൽ മോഷണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഏതെങ്കിലും ആളുടെ, നമുക്കറിയാം BNS 303 മോഷണം. ഏതെങ്കിലും ആളുടെ കൈവശത്തു നിന്നും ആ ആളുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും ജംഗമ വസ്തു നേരുകേടായി എടുക്കാനുള്ള ശ്രമം മോഷണമല്ല, അത് മോഷണമാണ്. ജംഗമ വസ്തു എടുക്കുന്നത് മോഷണമാണ്. ജംഗമ വസ്തു എന്നാൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ജംഗമ വസ്തു ആരെടുത്താലും അത് മോഷണമാണ്. ഏതെങ്കിലും ഒരു ജന്തുവിനെയും ആ ജന്തു വഴി മറ്റേതെങ്കിലും വസ്തുവിനെയും നീക്കം ചെയ്യുന്നത് മോഷണമാണ്. ശരിയാണ്. ഒരു ജന്തുവിനെ നീക്കം ചെയ്യുന്നത് പോലും മോഷണമാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഒരു നായ്ക്കുട്ടിയെ നമുക്ക് ഇഷ്ടമാണ്. ആ നായ്ക്കുട്ടിയെ മോഷ്ടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം നായ്ക്കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കാട്ടി അതിനെ നമ്മുടെ പുറകെ പിന്തുടരാൻ പ്രേരിപ്പിച്ചാൽ അത് മോഷണമാണ്. ഇനി ഒരു പട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ എന്തിൻ്റെങ്കിലും പുറത്തൊരു സാധനം ഇരിക്കുന്നത് കണ്ടു. നമുക്ക് ആ സാധനം വേണമെങ്കിൽ നമുക്ക് ആ മൃഗത്തിനെ നീക്കം ചെയ്തതിലൂടെ ആ സാധനം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരു നായയോട് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരും. അപ്പം മൃഗങ്ങളിലൂടെ നീക്കം ചെയ്യുന്നത് പോലും അത് മോഷണമാണ്. ശരിയാണ്. ഒരു സാധനം നീക്കുന്നതിൽ തടസ്സം മാറ്റുന്നത് മോഷണമല്ല. ഒരു സാധനം നീക്കുന്നതിൽ തടസ്സം മാറ്റുന്നത് മോഷണമല്ല എന്നാണ് ഇരിക്കുന്നത്. മോഷണമാണ്. കാരണം എന്താ? ഏതെങ്കിലും ഒരു സാധനം എനിക്ക് എടുക്കണം. ആ സാധനം എടുക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പൂട്ടായിക്കോട്ടെ, അതിനെ ഞാൻ പൊട്ടിക്കുന്നു, അത് മോഷണമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു കതകിനെ അടിച്ച് പൊട്ടിക്കുന്നത് മോഷണമാണ്. മോഷണ ശ്രമമായാലും മോഷണമാണ്. ഭൂബദ്ധമായിട്ടുള്ള ജംഗമ വസ്തു ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയാൽ മോഷണത്തിന് വിധേയമാക്കാം. ശരിയാണ്. നമ്മൾ പറയാം ജംഗമ വസ്തു, ഭൂബദ്ധമായിട്ടുള്ള ഒരു ജംഗമ വസ്തു, അതായത് സ്ഥാവര വസ്തു എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സ്ഥാവര വസ്തു എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യാൻ പറ്റാത്ത വസ്തുവാണ് സ്ഥാവര വസ്തു. അതൊരിക്കലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു വീട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒരു കെട്ടിടം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനെ നമ്മൾ ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയാൽ നമുക്കത് ജംഗമ വസ്തുവായി. അതിനെ വേർപെടുത്തലൂടെ നമുക്ക് മോഷണ വിധേയമാക്കാം. അപ്പോൾ 4 ശരിയാണ്, 3 തെറ്റാണേ. 2 ശരിയാണ്, 1 തെറ്റാണ്. അപ്പോൾ 1 നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1ഉം 3ഉം തെറ്റ്, 2ഉം 4ഉം ശരി എന്നാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. 2ഉം 4ഉം ശരി. 1ഉം 3 തെറ്റ്, 2, 4 ശരി എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ 303 മോഷണം എന്ന ടോപ്പിക് ഒന്ന് പഠിക്കാം. 3 വർഷത്തെ തടവും പിഴയുമാണ് മോഷണത്തിന് 3 വർഷത്തെ തടവും പിഴയും ലഭിക്കാം. ക്ലിയർ ആണ്? ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തുക്കൾ മാത്രമേ ഉൾപ്പെടൂ. നമുക്ക് 308 ഭയപ്പെടുത്തിയുള്ള അപഹരണം. അതിലൊരിക്കലും ജംഗമ വസ്തു മാത്രമല്ല ഉണ്ടത്, സ്ഥാവര വസ്തുവും ഉണ്ടാകും. സ്ഥാവര വസ്തു എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ജംഗമ വസ്തു എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി. നമ്മളൊരാളെ ഭയപ്പെടുത്തി അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യും. നിൻ്റെ വീട് എഴുതരാൻ പറയുന്നു, വസ്തു എഴുതരാൻ പറയുന്നു. അപ്പോൾ നമുക്കവിടെ സ്ഥാവര വസ്തുവും ജംഗമ വസ്തുവും ഉൾപ്പെടും. മനസ്സിലായി? എന്തും നമുക്ക് എഴുതി വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ 2ഉം ഉൾപ്പെടും. പക്ഷേ മോഷണത്തിൽ ഒരിക്കലും ജംഗമ വസ്തു മാത്രമേ ഉള്ളൂ, സ്ഥാവര വസ്തു ഇല്ല, എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത വസ്തു എങ്ങനെ മോഷ്ടിക്കും? അപ്പോൾ ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തു മാത്രമേ ഉൾപ്പെടൂ. അത് തെറ്റാണ്, സ്ഥാവര വസ്തു ഉൾപ്പെടും. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ സെക്ഷൻ 308 ശരിയാണ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിലുള്ള ഒരാൾക്ക് സ്വന്തമാക്കാം. ശരിയാണ്. അതിൽ ഏതൊക്കെ ശരി? 2ഉം 3ഉം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഉണ്ട്. ഓപ്ഷൻ ഡി നമുക്കുണ്ട്. 2ഉം 3ഉം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കറക്റ്റാണ് ഓപ്ഷൻ ഡി. 2ഉം 3ഉം ശരി. ഒരു ക്രിമിനൽ പ്രവൃത്തി
പൊതു താല്പര്യത്തിന് വേണ്ടി നിരവധി വ്യക്തികൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓരോ വ്യക്തിയും ആ പ്രവൃത്തി ചെയ്തതുപോലെ തന്നെ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ പ്രവൃത്തി പൊതു താല്പര്യത്തിന് വേണ്ടി നിരവധി ആളുകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓരോ വ്യക്തിയും ആ പ്രവൃത്തി ചെയ്തതുപോലെ തന്നെ ബാധ്യസ്ഥരാണെന്ന് പറയുന്ന വകുപ്പ് ഏതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 BNSലെ 3 പറയുന്നു ഒരു കൂട്ടം ആളുകൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിൽ ഓരോ വ്യക്തിയും ആ കുറ്റകൃത്യത്തിന് ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറയുന്നു. നിർവചനം 3 നന്നായിട്ട് പഠിച്ചോളൂ. 3 ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ആൻസർ നോക്കിക്കോണം. ഞാൻ ഈ പറയുന്ന സെക്ഷനുകളെല്ലാം നല്ലവണ്ണം വീട്ടിലിരുന്ന് വായിക്കുക, നല്ലവണ്ണം വായിക്കുക. വളരെ സ്ലോയിലാണ്, നിർത്തിയാണ് പറയുന്നത്. നമ്മുടെ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇത് പഠിച്ച് ഈ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ ആ പോയിന്റ് പോയി നോക്കി പഠിക്കുക. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം നമുക്ക്. കുറ്റസമ്മതം അസ്വീകാര്യമായി കണക്കാക്കുന്നതിന് മുമ്പ് അവ പ്രേരണ, ഭീഷണി, നിർബന്ധം അല്ലെങ്കിൽ വാഗ്ദാനത്തിലൂടെ നേടിയ ഒരു കുറ്റസമ്മതം തുടങ്ങിയ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടോ നിർണ്ണയിക്കേണ്ടത് ആരാണ്? അപ്പോൾ കുറ്റസമ്മതം അസ്വീകാര്യമായി കണക്കാക്കുന്നതിന് മുൻപ്, അപ്പോൾ അതായത് ഒരു കുറ്റസമ്മതം കേൾക്കുന്ന ആരാണ്? മജിസ്ട്രേറ്റ് ആണ്. അസ്വീകാര്യം എന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ലാതാക്കുന്നതിന് മുമ്പ് അതിൽ പ്രേരണയോ ഭീഷണിയോ വല്ലതുമുണ്ടോ എന്ന് നോക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല കോടതിയാണ്. കാരണം നമ്മൾ BNSSലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കുള്ളത് BSA ഭാരതീയ സാക്ഷ്യ അധീനിയം. BNSSൽ 185 BSA ഭാരതീയ സാക്ഷ്യ അധീനിയം സെക്ഷൻ 22 and 23. 22 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രേരണയോ. 22 ആണ്, BSA 22 കണ്ടിട്ട് വന്നാൽ മതി. കോടതിയോട് കുറ്റസമ്മതം നടത്തുമ്പോൾ ഭീഷണിയോ പ്രേരണയോ വാഗ്ദാനമോ ഒന്നും ഇല്ലാതെയാണ് കുറ്റസമ്മതം ചെയ്യുന്നു എന്ന് മാത്രം ഉണ്ടെങ്കിലേ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തു കോടതി സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ സെക്ഷൻ 22 പ്രകാരം A ആണ് ആൻസർ, കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ്? പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശം, അപ്പോൾ അത് സെക്ഷൻ 7 ആണ്. നമുക്കറിയാം കേരള പോലീസ് ആക്ടിൽ 131 വകുപ്പുകളുണ്ട്, 8ഓളം അധ്യായമുണ്ട്. 131 വകുപ്പും 8 അധ്യായം. അതിനകത്ത് നമ്മുടെ ഈ 131 വകുപ്പിൽ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ള സിലബസ് 3 മാർക്കാണ് കേരള പോലീസ് ആക്ട്, വളരെ എളുപ്പമാണ്. അതിനകത്ത് സെക്ഷൻ 7 നമുക്കറിയാം പോലീസ് സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കിട്ടണം, അല്ലെ കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 8 ആണെങ്കിൽ കേരള പോലീസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ജനങ്ങൾക്ക് കിട്ടണമെന്നാണ്. അപ്പോൾ നമ്മൾ 7 ആണോ 8 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 7 ആണ്, കറക്റ്റാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി 8 നമുക്കുണ്ട്. 8 എന്താണ്? സ്റ്റേഷനിൽ നിന്ന് എന്തൊക്കെ അവകാശം? ഏത് സമയത്തും സമാധാനപൂർവ്വം സ്റ്റേഷനിൽ കയറി ചെല്ലാൻ, പരാതി പറയാനുള്ള അവകാശമുണ്ട്. സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥനെ കാണാനും പരാതി നേരിട്ട് പറയാനുള്ള അവകാശമുണ്ട്. 3, സ്ത്രീകൾക്കാണെങ്കിൽ പരാതി സ്വകാര്യതയോടെ പറയാനുള്ള സൗകര്യമുണ്ടായിരിക്കണം. 4, നമ്മൾ കൊടുത്ത പരാതിയുടെ കൈപ്പറ്റ രസീത് നമുക്ക് ലഭിക്കണം. 5, സ്റ്റേഷനിൽ ഒരു GD ബുക്ക് ഉണ്ടാവും. സ്റ്റേഷനിലെ സ്ഥിരം രജിസ്റ്ററിൽ നമ്മുടെ പരാതിയുടെ ഉള്ളടക്കം രേഖപ്പെടുത്തുന്നതിന് അവകാശമുണ്ട്. ലാസ്റ്റ് പോയിന്റ്, ഒരു വ്യക്തി കസ്റ്റഡിയിലുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. ഇതാണ് സെക്ഷൻ 8. അപ്പോൾ സെക്ഷൻ 7 പഠിച്ചു, സെക്ഷൻ 8. ഇതിൻ്റെ ആൻസർ സെക്ഷൻ 7 ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസത്തിലേക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ വകുപ്പുകളുടെ എണ്ണം NDPS ആക്ട് 1985 ആണ്. ഇതിൽ 83 വകുപ്പുകളുണ്ട്. ഓക്കെ, 83 വകുപ്പുകൾ, 6 അധ്യായങ്ങളുമുണ്ട്. 83 വകുപ്പുകളും 6 അധ്യായങ്ങളുമാണ്. NDPSലെ വധശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 31 ക്യാപിറ്റൽ എ എന്ന് അറിയുക. പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് ആരെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. പോക്സോ അതുപോലെ തന്നെ BNSലും പറയുന്നുണ്ട്
2 Clause 3 കുട്ടി എന്നാൽ എന്ന് ചോദിച്ചാൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികളാണ്. പോക്സോയുടെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇതിനെ 2019 ഭേദഗതി ചെയ്തു. ഈ ഭേദഗതി വരുത്തിയതോടുകൂടി പോക്സോ നിയമത്തിൽ വധശിക്ഷ കൂട്ടിച്ചേർത്തു. പോക്സോ നിയമത്തിൽ വധശിക്ഷയെപ്പറ്റി പറയുന്ന വകുപ്പ് ചോദിച്ചാൽ നിങ്ങൾ പറയണം 6ാമത്തെ വകുപ്പ് എന്ന് പറയണം. അത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയാണ് ഈ 6ാമത്തെ വകുപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പോക്സോ. അടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സെക്ഷൻ 29. കേരള പോലീസ് ആക്ടിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളടുത്ത് പറയുന്ന 2-3 സെക്ഷനുകളിൽ ഒന്നാണ് 29. 8ാമത്തെ വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 29ാമത്തെ വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 33ാമത്തെ വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 64 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 98 അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. 98 സ്പെഷ്യൽ പോലീസ് ഓഫീസർ, 64 കമ്മ്യൂണിറ്റി പോലീസിംഗ്, 33 ഓഡിയോ വീഡിയോ, 29 പെരുമാറ്റം, നമ്മുടെ 8 പോലീസ് സ്റ്റേഷനിലുള്ള അവകാശം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ്. 1 മാർക്ക് നിങ്ങൾ ഷുവറായിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടും. ഞാൻ ഈ പറയുന്ന വേർഡ് കുറിച്ച് വെച്ചോളൂ, ഉറപ്പായിട്ടും ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 29 ആണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ്. സെക്ഷൻ 29 എങ്ങനെയായിരിക്കും പെരുമാറ്റണം? നമുക്കറിയാമല്ലോ, സഭ്യതയോടും മാന്യതയോടും പെരുമാറണം. പോലീസുകാർ പുറത്ത് കാണുമ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോൾ സുസജ്ജരായിരിക്കുകയും വൃത്തിയോടും കാണപ്പെടണം. ഇരയോട് മര്യാദയോടെയും സഹാനുഭൂതിയോടെയും പെരുമാറണം. കസ്റ്റഡിയിൽ ഇരിക്കുന്ന വ്യക്തികളോടും മാന്യമായി പെരുമാറണം. അനാവശ്യമായ ബലപ്രയോഗം പാടില്ല. ഇതൊക്കെ തന്നെയാണ് പോലീസുകാരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 23 എന്തിനെക്കുറിച്ച് പറയുന്നു? പോക്സോ നിയമത്തിലെ സെക്ഷൻ 23 എന്തിനെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ സിമ്പിളായിട്ട് പറയാം, മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം. നമുക്കറിയാം, പോക്സോ നിയമം പറയുന്നത് കുട്ടികൾക്ക് ശിശു സൗഹാർദ്ദമായിട്ടാണ് ഈ നിയമം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശിശു സൗഹാർദ്ദത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇരയായ കുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പാടില്ല. ഇരയായ കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ ഐഡൻറ്റിറ്റി പുറത്തു വിടുകയാണെങ്കിൽ ആരെങ്കിലും, അപ്പോൾ അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ, പ്രധാനമായിട്ടും മാധ്യമങ്ങളാണല്ലോ, ഈ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് 23 പറയുന്നത്. 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ കിട്ടാം. ഓക്കെ, ഇതാണ് സെക്ഷൻ 23 പറയുന്നത്. അടുത്തത് അഖിൽ അയൽവാസിയുടെ തീ പിടിച്ച വീട് തകർത്ത് അകത്ത് കുടുങ്ങിയ കുട്ടിയെ രക്ഷിക്കാൻ സഹായിച്ചു. ഇവിടെ അഖിൽ വാതിൽ തകർത്തതിനും അതിക്രമിച്ച് കയറിയതിനും കുറ്റക്കാരനാകില്ല എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ അഖിൽ അയൽവാസിയുടെ തീ പിടിച്ച വീട് തകർത്ത് അകത്ത് കുടുങ്ങിയ കുട്ടിയെ രക്ഷിക്കുവാൻ സഹായിച്ചു. ഇവിടെ അഖിൽ വാതിൽ തകർത്തതിനും അതിക്രമിച്ച് കയറിയതിനും കുറ്റക്കാരനാകില്ല എന്ന് പറയുന്ന വകുപ്പ് 19 ആണ്. അഖിൽ എന്തിനാണ് വീട് തകർത്തത്? വീട് തകർക്കാൻ കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ അവിടെ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി കാരണം മറ്റൊരു അപകടമുണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു. ഇത് 19 ആണ്. ഇത് ചാപ്റ്റർ 3 ആണ്. BNS അധ്യായം 3 പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ്, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന കുറ്റമാണ്. കാരണം എന്താ? കുറ്റമാണ്, വീട് പൊളിക്കുന്ന ഒരു കുറ്റമാണ്. പക്ഷേ എന്തിനാണ്? അവിടുത്തെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് ഓർമ്മിക്കുക. അപ്പം നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് തന്നെ അത് കുറ്റമല്ല. സെക്ഷൻ 19 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. BSA 2 Clause A നമുക്കറിയാം. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ്. A ഫോർ ഓഡിയോ. ഓക്കെ, അപ്പോൾ അതിൽ ഇമെയിൽ വരുന്നുണ്ടോ? സെർവർ ലോഗുകൾ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ഡോക്യുമെൻറ്റ്, മെസ്സേജുകൾ, വെബ്സൈറ്റ്, വോയിസ് മെയിൽ തുടങ്ങിയവയെല്ലാം വരുമോ എന്നാണ് ചോദിച്ചാൽ ആൻസർ ഇവയെല്ലാം തന്നെയാണ്. അപ്പോൾ BSL 2 Clause എന്ന് പറഞ്ഞാൽ ഓഡിയോ വീഡിയോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്കായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അതിനകത്ത് വരുന്നതാണ് ആൻസർ. ഇവയെല്ലാം എന്നാണ് ആൻസർ. വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം വിശദമാക്കുന്ന BNSSലെ വകുപ്പ് ഏതെന്നാണ്? BNSS ആണ് കേട്ടോ, BNSS. അപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത്? അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ട വകുപ്പ് സിമ്പിളായിട്ട് പറയാം നമുക്ക് 72 ആണ്. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ സമൻസ് ആയിരുന്നു. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? 72. നമുക്കറിയാം അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമൻസ് കൊടുത്തിട്ടും കോടതിയിൽ എത്താത്ത വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള 2ാമത്തെ നടപടിയാണ് വാറണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് സമൻസ്, 2ാമത്തെ നടപടിയാണ് വാറണ്ട് എന്നറിയുക.
ക്ലിയർ ആണല്ലോ? വാറണ്ട് ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, BNS 20ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് പൂർണ്ണമായും ഇളവ് നൽകുന്നത്? അപ്പം BNSലെ 20ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് പൂർണ്ണമായും ഇളവ് നൽകുന്നത്? അപ്പോൾ 20ാമത്തെ വകുപ്പ് നമുക്കറിയാം ഡോളി ഇൻകപാക്സ് എന്ന് പറയുന്നൊരു വകുപ്പാണ്. ഡോളി ഇൻകപാക്സ്. ഈ ഡോളി ഇൻകപാക്സ് എന്താണെന്ന് ചോദിച്ചാൽ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല. അപ്പോൾ 20ാമത്തെ വകുപ്പിൽ പറയുന്നു 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്നറിയുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണെന്നറിയുക. 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്നറിയുക. അപ്പോൾ അതാണ് ആൻസർ, ഡോളി ഇൻകപാക്സ് ആണ്. അടുത്തത്, കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നീ ലഹരി പദാർത്ഥങ്ങളോ മയക്കുമരുന്നോ ഉപയോഗിച്ചാൽ NDPS ആക്ട് സെക്ഷൻ 27 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷയാണ്. അപ്പോൾ NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം NDPSലെ 27 എന്ന് പറഞ്ഞാൽ കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നിവയുടെ ഉപയോഗം. അപ്പോൾ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അവിടുത്തെ ശിക്ഷ 1 വർഷം വരെ കഠിന തടവും 20,000 രൂപ വരെ പിഴയും ലഭിക്കാം. 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ലഭിക്കാം. ഇതാണ് സെക്ഷൻ 27 പറയുന്നത്. സെക്ഷൻ 27. കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നീ ലഹരി പദാർത്ഥങ്ങളോ മയക്കുമരുന്നോ ഉപയോഗിച്ചാൽ ഉള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ ഈ നേരത്തെ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ കൊക്കൈൻ, മോർഫിൻ അല്ലാതെ വേറെ ഏതെങ്കിലും വസ്തുക്കളാണ് ഉപയോഗിച്ചതെങ്കിലോ അവിടെ ഈ 1 വർഷം എന്നുള്ള 6 മാസവും 10,000 രൂപയാണ്. ഇവിടെ 1 വർഷം വരെ കഠിന തടവ് 20,000 ആണെങ്കിൽ അവിടെ 6 മാസം. ഈ വസ്തുക്കളല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളാണെങ്കിൽ 6 മാസവും 10,000 രൂപയുമാണെന്ന് അറിയുക. ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ളൊരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. ഇവിടെ എ ചെയ്യുന്ന കുറ്റമെന്ന്. അപ്പോൾ ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ളൊരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഈ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തടസ്സപ്പെടുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് നിയന്ത്രണപ്പെടുത്തുക. തടങ്കലിൽ വയ്ക്കുന്ന മറ്റൊരു വാക്കാണ് പരിമിതപ്പെടുത്തുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതാണ്. ഇതുപോലെ പഠിച്ചതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, നിയന്ത്രണപ്പെടുത്തുന്നു. ഓപ്ഷൻ എ, നിയന്ത്രണപ്പെടുത്തുന്നു. മറക്കരുത്, നിയന്ത്രണപ്പെടുത്തുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ യാത്രികർ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ്? അപ്പം ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ച്, നമ്മൾ പറഞ്ഞു ആക്രമിച്ച് എടുത്തു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല. കാരണം എന്താ? അത് കവർച്ച തന്നെയാണ്. ആക്രമിച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് സംശയമില്ലാതെ പറയാൻ കവർച്ച. അപ്പോൾ ഇവിടെ എന്താണ്? ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കവർച്ച എന്നറിയാം. ഓപ്ഷൻ ബി, കവർച്ച. അടുത്ത ക്വസ്റ്റ്യൻ, എ എന്നൊരു സർജൻ സതുദ്ദേശത്തോടെ തൻ്റെ രോഗിയോട് പറഞ്ഞു, താങ്കൾ ഇനി ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത കുറവാണ്. രോഗി ആ ഞെട്ടലിൽ മരണമടയുകയും ചെയ്തു. എങ്കിൽ എ ചെയ്ത കുറ്റമെന്ന്, ഡോക്ടർ ചെയ്ത കുറ്റമെന്ന്. കാരണം ഡോക്ടർ ഒരു രോഗിയോട് പറയുകയാണ്, നിങ്ങൾ ഇനി അധികം ജീവിച്ചിരിക്കില്ല, സാധ്യത കുറവാണ്, ഈ ഞെട്ടലിൽ രോഗി മരണപ്പെടുന്നു. ഇവിടെ നടന്ന കുറ്റം എന്താണ് നോക്കാം. കാരണം എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം തന്നെ കടമ ശരിയായ വിധം ചെയ്തു. സി എന്താണ്? എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരു തെറ്റായ പ്രതീക്ഷകളും നൽകിയില്ല. അപ്പോൾ ഇവിടെ ബിയും സിയും ശരി പറയാം. കാരണം എന്താ? തെറ്റുകാരനല്ല. ബി പറയുന്നത് തെറ്റുകാരനല്ല, സി പറയുന്നത് തെറ്റുകാരനല്ല. അപ്പോൾ ആൻസർ ബിയും സിയും ആണ് പറയുന്നത്. അപ്പോൾ മറക്കരുത്, ബിയും സിയും. അടുത്തത്, എ തൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയും അവൾ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. ഭാര്യ മരിച്ചെന്ന് കരുതി അറസ്റ്റ് ഭയന്ന് എ ഭാര്യയെ ഫാനിൽ കെട്ടിത്തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്ന് തെളിഞ്ഞു. എങ്കിൽ എ ചെയ്ത കുറ്റമെന്ന്. അപ്പോൾ എ തൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയും അവൾ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. അപ്പോൾ മർദ്ദിക്കുന്നതാണ് ഇവിടെ നടന്ന കുറ്റം. പക്ഷേ ഭാര്യ മരിച്ചെന്ന് കരുതി അറസ്റ്റ് ഭയന്ന് എ ഭാര്യയെ ഫാനിൽ തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്ന് തെളിഞ്ഞു. എങ്കിൽ എ ചെയ്ത കുറ്റമെന്ന്. അപ്പോൾ അതിനർത്ഥം ഭാര്യ മരിച്ചിരിക്കുന്നത് തൂക്കിയപ്പോഴാണ്, മർദ്ദിച്ചപ്പോഴല്ല മരിച്ചിരിക്കുന്നത്, തൂക്കിയപ്പോൾ. പക്ഷേ ഇയാൾ മനഃപൂർവ്വം തൂക്കിയതാണോ? അല്ല. പക്ഷേ ഇയാൾ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ
ഇയാളുടെ പ്രവൃത്തി കാരണം അല്ലേ തൂങ്ങി മരിച്ചത്? കുറ്റകരമായ നരഹത്യ, കൊലപാതകമല്ല. കാരണം എന്താ? ഇയാൾ ആദ്യമേ കെട്ടി തൂക്കിയിരുന്നെങ്കിൽ കൊലപാതകമാണ്. പക്ഷേ ഇയാൾ മർദ്ദിച്ച് ബോധരഹിതയായി വീണപ്പോൾ മരിച്ചെന്ന് കരുതിയാണ് ഇയാൾ കെട്ടി തൂക്കിയതെന്ന് പറഞ്ഞപ്പോൾ ആൻസർ കുറ്റകരമായ നരഹത്യ നമുക്കെടുക്കാം. കുറ്റകരമായ നരഹത്യ. കാരണം എന്താ? ഇയാൾക്ക് കൊല്ലണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു, ഉണ്ടെങ്കിൽ കൊലപാതകമാണ്. ഉദ്ദേശമില്ല, പക്ഷേ ഇയാളുടെ പ്രവൃത്തി കുറ്റം തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ബി ആണ്, കുറ്റകരമായ നരഹത്യ. ഇനി ഇസഡുമായി സൗഹൃദത്തിലുള്ള എ എന്നയാൾ ഇസഡിൻ്റെ അഭാവത്തിൽ ഇസഡിൻ്റെ ലൈബ്രറിയിൽ അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുകയും തൻ്റെ സ്വന്തം ലാഭത്തിനായ പുസ്തകം വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അപ്പോൾ ഇസഡുമായി സൗഹൃദത്തിലുള്ള എ എന്നയാൾ ഇസഡിൻ്റെ അഭാവത്തിൽ, അപ്പോൾ എപ്പോഴും സൗഹൃദമൊക്കെ ഉണ്ട്, അയാളുടെ അഭാവത്തിൽ അയാളുടെ ലൈബ്രറിയിൽ പോകുന്നു, അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുന്നു, തൻ്റെ സ്വന്തം ലാഭത്തിനായി ആ പുസ്തകം. സൗഹൃദമുള്ളത് കൊണ്ട് അവിടെ നമുക്ക് മോഷണമൊന്നും പറയാനില്ല. കാരണം ഇയാൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, സൗഹൃദം മുതലെടുത്ത് എടുത്തുകൊണ്ട് പോയതാണ്. ആരും കൊടുത്തതുമല്ല, കൊടുത്തതല്ലാത്തതുകൊണ്ട് വഞ്ചനയല്ല, വിശ്വാസവഞ്ചനയല്ല. അവിടെ നിന്ന് അല്ലേ എന്താണ് ലൈബ്രറിയിൽ പോവുകയും അനുവാദമില്ലാതെ എടുത്തു, പക്ഷെ അത് മോഷണമല്ല, അവിടെ നിന്ന് ഒളിച്ചെടുത്തതല്ല. പക്ഷെ അവിടെ അനുവാദമില്ലാതെ എടുത്തപ്പോൾ അത് ദുർവിനിയോഗം. എടുത്തത് മാത്രമല്ല, പുസ്തകം വിൽക്കുകയും ചെയ്തുവെങ്കിൽ അത് വസ്തുവിൻ്റെ കുറ്റകരമായ ദുരുപയോഗം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു. ഓക്കെ. ഇനി ആളപഹരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്നാണ്. ആളപഹരണം. അപ്പോൾ നമുക്കറിയാം ആൾമോഷണവും ആളപഹരണവും ഉണ്ട് അല്ലേ? തെറ്റായ പ്രസ്താവനകൾ എന്നാണ്. നമുക്കറിയാം ആൾമോഷണം ആളുകളെ പറ്റിക്കലിലൂടെ കൊണ്ടുപോകുന്നു. ആൾ അപഹരണത്തിൽ എന്ന് വെച്ചാൽ ഭീഷണിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയും കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ തട്ടിക്കൊണ്ടുപോകലിനെ പറ്റി പറയുന്ന വകുപ്പ് 138ആണ്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കിഡ്നാപ്പിംഗ് ആണ്, അത് ആൾ മോഷണമാണ്. അപ്പോൾ ഒരിക്കൽ 138 അല്ല, അത് 137ആണ്. ഇനി ഭീഷണി ഉപയോഗിച്ച് ആളപഹരണത്തിൽ ഭീഷണിയുണ്ടോ? ഭീഷണിയുണ്ട് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അധികാര ദുർവിനിയോഗത്തിലൂടെ ഉണ്ടാവും, ചതിവ് മാർഗത്തിലൂടെ. അപ്പോൾ നമുക്ക് തെറ്റായ പ്രസ്താവനയാണ്, ഒന്ന് തെറ്റാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എയും സിയും നമുക്ക് നോക്കാം. എയും സി. അതിൽ ചതിവ് മാർഗത്തിലൂടെ എന്നും വരുന്നു. ചതിവ് മാർഗം വരുമ്പോൾ കിഡ്നാപ്പിങ്ങിൽ ചതിവാകാം, അത് തെറ്റാണ്. ഇത് ശരിയാണ്. അപ്പോൾ നമുക്ക് 1ഉം 4ഉം ഉള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. 137ഉം 138ഉം ഒന്ന് വായിച്ചു നോക്കുക. 137ഉം 138ഉം ഒന്ന് വായിച്ച് നോക്കണം. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞത് കേട്ടിട്ട് അതുകൂടെ ഒന്ന് വായിച്ച് നോക്കിയാലേ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ. നമുക്കിവിടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാളുടെ കേൾവി ശക്തി ആക്രമണത്തിലൂടെ സ്ഥിരമായി ഇല്ലാതാകുന്നത് എന്തിൻ്റെ നിർവചനമാണ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുരുതരമായ അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവം. കഠിനമായ ദേഹോപദ്രവം എന്നാൽ പ്രകോപനത്തിൽ മേൽ മുറിവേൽപ്പിക്കുന്നു, കൊലപാതക ശ്രമം, കഠിനമായ ദേഹോപദ്രവം, വിഷവസ്തുക്കൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ശരി ഉത്തരം നമുക്കറിയാം, ആയുധങ്ങൾ ഉപയോഗിച്ച് ചെയ്താലും കഠിന ദേഹോപദ്രവമാണ്, അല്ലെങ്കിൽ കഠിന ദേഹോപദ്രവം. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉം നമുക്ക് എടുക്കാം. കാരണം എന്താ 3ഉം 4ഉം എടുക്കാമെന്ന് പറയാൻ കാരണം 3 കഠിനമായ ദേഹോപദ്രവം, പിന്നെ വിഷവസ്തുക്കൾ ഉപയോഗിച്ചും ചെവി അല്ലേ മുറിവേൽപ്പിച്ചൂടെ. അപ്പോൾ 3ഉം 4ഉം നമുക്ക് എടുക്കാം കേട്ടോ. ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം എടുക്കാം. കഠിന ദേഹോപദ്രവം തന്നെ ശരി, പക്ഷേ 4ഉം കൂടെ നമുക്ക് അതിനായിട്ട് സാമ്യമായിട്ട് വരുന്നതുകൊണ്ട് ഓർമ്മിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഒയ്ക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കെ എക്സിനെ തൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ ഒയ് അനുവദിച്ചു എങ്കിൽ, അപ്പോൾ തീവ്രവാദ പ്രവർത്തനം ചെയ്യുമ്പോൾ ആളെ ഒളിച്ചിരിക്കാൻ അനുവദിച്ചാലുള്ള ശിക്ഷയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരാകുന്നത് തടവും പിഴയുമാണ്. അപ്പോൾ ആൻസർ 3 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, 3 ആണ് ആൻസർ. അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്, ഒരാളെ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടൊന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ ഒളിച്ചിരിക്കാൻ സഹായിക്കുന്ന ഏതൊരു വ്യക്തിക്കും 113 പറയുന്നത് കേട്ടോ. 113 സെക്ഷൻ വായിച്ചു നോക്കണേ. 113 സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക, നന്നായിട്ട് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി ഒയ് എക്സിൻ്റെ മകനെ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. നമുക്കറിയാം, കഠിന ദേഹോപദ്രവം നമുക്കറിയാം 116 ആയിരുന്നു. 117 ശിക്ഷ, 118 ആയുധം വെച്ചൊക്കെ. 119 നമ്മൾ പഠിച്ചു. 120 പോകും. 120
ആരെയെങ്കിലും ഇത് പണത്തിനോ മറ്റോ വേണ്ടി ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സെക്ഷൻ 120 അറിയുക. അപ്പോൾ സെക്ഷൻ ഓപ്ഷൻ സി ആണ്, 120 ഓപ്ഷൻ സി ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മോഷണം കവർച്ചയാകുന്ന സാഹചര്യങ്ങളെയാവാം. നമ്മൾ പറഞ്ഞു 303 മോഷണം, 309 കവർച്ച. സൂര്യോദയത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുൻപോ അത് മോഷണം നടത്താൻ വേണ്ടി ഒരു വ്യക്തിയെ അന്യായമായി തടങ്കിൽ വെച്ചാൽ, സ്വേച്ഛയായി ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ, നൺ ഓഫ് ദീസ്. ആൻസർ ഏതൊക്കെ വരാം എന്ന് ചോദിച്ചാൽ നൺ ഓഫ് ദീസ് അല്ല, 3 ശരിയായി വരാം, 3. ഇനി മോഷണം നടത്താൻ വേണ്ടി ഒരു വ്യക്തി അന്യായമായി തടങ്കിൽ വെച്ചാലും അത് കവർച്ചയാകാം, 2ഉം 3ഉം വരാം. അപ്പോൾ 2ഉം 3ഉം നമുക്ക് കറക്റ്റാണ് കിട്ടും, 2ഉം 3. സൂര്യോദയ ശേഷം സൂര്യോദയത്തിന് മുമ്പോ ശരിയല്ല. അപ്പോൾ മോഷണം കവർച്ചയാകുന്ന സാഹചര്യം 2ഉം 3ഉം നമുക്ക് എടുക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം നമുക്ക് എടുക്കാം. ഇനി BNS-ലെ നരഹത്യയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നരഹത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവന, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്താൽ നരഹത്യ തന്നെയാണ്. മരണം സംഭവിക്കാൻ ഇടയാകുന്ന ഒരു ദേഹോപദ്രവം ഉണ്ടാകണം ഉദ്ദേശത്തോടെ ചെയ്താൽ നരഹത്യയാണ്. ആ പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കാൻ താൻ ഇടയാകും എന്നുള്ള അറിവോടുകൂടിയായാലും അത് ശരിയാണ്. ഉടനടി മരണം സംഭവിച്ചാലും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം വരാം അല്ലേ, എല്ലാം വരാം. പക്ഷേ അവിടെ നോക്കിയേ, ഈ പറയുന്ന 1, 2, 3 ശരി വരുന്നു, 1, 2, 3, 4ഉം വരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കാരണം ശരി ഉത്തരം വരാൻ ഓപ്ഷൻ എ ആണ്. കാരണം അവിടെ ഉദ്ദേശമുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മുടെ പ്രവൃത്തിയാണ് കാര്യം. ഉടനടി മരണമോ എപ്പോൾ മരണമോ എന്നല്ല പ്രശ്നം. അവിടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എന്താണ്, നരഹത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയിൽ എല്ലാം വരാം. മരണം സംഭവിക്കുന്ന ഉദ്ദേശമുണ്ടാകാം, അതുപോലെ മരണം സംഭവിക്കാൻ ഇടയേണ്ടുന്ന ദേഹോപദ്രവം ഉണ്ടാകാം, ഈ പ്രവൃത്തിയിലൂടെ മരണം സംഭവിക്കാൻ എന്ന അറിവോടുകൂടിയാകാം, ഉടനടി മരണം സംഭവിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എടുക്കാം, ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപർണയെ കൊല്ലാൻ ഉദ്ദേശിച്ച അപ്പോൾ ആള് മാറി ഉദ്ദേശിച്ച ആൾക്ക് പകരം നീനുവിൻ്റെ മരണത്തിന് കാരണമാകും. അപ്പോൾ അപർണയ്ക്ക് പകരം വേറൊരാളിനെ കൊന്നു. അപ്പോൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷൻ പ്രശ്നം, ആള് മാറിക്കൊന്നാൽ അത് നരഹത്യയാണ്, ആള് മാറിക്കൊന്നാൽ അത് നരഹത്യയാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ നരഹത്യ തന്നെയാണ് ശരി ഉത്തരം. 1 ശരി, 1 ശരി. ഇനി 2ഉം 3ഉം അതിലേത് വരും നോക്കാം. കൊലപാതക ശ്രമമൊന്നുമല്ല, അത് 1 ശരിയാണ്, കറക്റ്റാണ്. ഇനി 3 ബെയിലബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ കേസാണ്. കാരണം എന്താ, അല്ലെങ്കിൽ കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്നും വരാം. കാരണം കൊഗ്നൈസബിൾ കുറ്റമാണ്, ഒരാൾ മരിച്ചുപോയി. കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ആണ്, നമുക്ക് എടുക്കാം 1ഉം അല്ലേ 4ഉം എടുക്കാം, അല്ലേ 1ഉം 4ഉം ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കൊലപാതകം ആൾക്കൂട്ട കൊലപാതകമാകണമെങ്കിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൾക്കൂട്ട കൊലപാതകം അല്ല, 5ഓ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്നതാണ്. 5ഓ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന കൊലപാതകമാണ് ആൾക്കൂട്ട കൊലപാതകം. ഇനി മരണശിക്ഷയോ ജീവന തടവോ ലഭിക്കാം. 2ഓ അതിലധികം ആൾക്കാർ ചേർന്ന് നടത്തുന്നു. കൂട്ടുപ്രതികൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കും, ഇല്ല. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കൂട്ടുപ്രതികൾക്ക് ശിക്ഷ ഇളവൊന്നും ലഭിക്കില്ല. 2ഓ അതിലധികം പേരും തെറ്റാണ്. മരണശിക്ഷ ലഭിക്കാം, ശരി. 1ഉം 2ഉമാണ് ശരി. 5ഓ അതിലധികം ആൾക്കാർ ചേർന്നും മരണശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാം, ശരിയാണ്. 1ഉം 2ഉം ശരിയുള്ള ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, 1ഉം 2ഉം ശരി. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇത്രയും നേരം പഠിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ BNS കേരള പോലീസ് ആക്ട് എല്ലാം കവർ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഇത് ഫസ്റ്റ് പാർട്ടാണ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനാണ് അറിയുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം വെച്ച് മുമ്പോട്ട് പോകരുത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക് കണ്ടന്റ് കൂടെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.